ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണങ്ങളെല്ലാം നിഷേധിക്കുമ്പോഴും പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയില്ല. മാത്രമല്ല ആശയക്കുഴപ്പം കൂടുകയാണ്. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ചെമ്പ് പൂശുന്നതിന് അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരകപ്പാളികൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? ദേവസ്വം ബോർഡും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ഇനി കൊടുക്കുമ്പോൾ അതിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു? അത് ഈ ആസിഡ് വാഷിനിടയിലാണ് പോയത്, ആസിഡ് വാഷിനിടയിലാണോ പോയത്, അല്ലാതെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേട്ട് കഴിഞ്ഞപ്പോൾ നിലവിലുള്ള ദുരൂഹതകൾക്ക് ആക്കം കൂടുകയാണോ, അതോ അദ്ദേഹം കുറെ കൂടി കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്? സൈഫുദ്ദീൻ കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായിട്ട് ഈ വിവാദം ഒതുങ്ങിപ്പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അതാണ് അദ്ദേഹം ഇപ്പോൾ ധൈര്യപൂർവ്വം സംസാരിക്കാനൊക്കെ തയ്യാറായി വന്നിട്ടുള്ളത്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്, തനിക്ക് തന്ന രേഖകൾ പ്രകാരം ഈ പാളി അത് ചെമ്പ് തന്നെയാണ്, ആ രേഖയിലാണ് ചെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇതുമായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെല്ലുന്നത്, അവിടെയുമൊക്കെ ഇത് ചെമ്പാവുന്നത്. അതുകൊണ്ട് കൊണ്ടുപോയത് ചെമ്പ് പാളിയാണോ എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ രേഖകൾ പ്രകാരം ചെമ്പാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള സംസാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പീഠത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹം ഇപ്പോൾ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. വാസുദേവന്റെ പക്കലാണ് ഈ പീഠം കൊടുത്തുവിട്ടത്. പക്ഷേ വാസുദേവന്റെ പക്കൽ അത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് വാസുദേവൻ ഇക്കാര്യം പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം വാസുദേവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി താൻ ഇത് മറച്ചു വെക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ബാക്കി ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നില്ല. പക്ഷേ ഈ രേഖകൾ പ്രകാരം തന്നെയാണ് താൻ ഈ പറയുന്ന ദ്വാരപാലക ശില്പപാളികളുടെ ഈ പാളികൾ അത് കൊണ്ടുപോകുന്നതും തനിക്ക് തരുമ്പോൾ അത് ചെമ്പ് പാളി എന്നുള്ള രേഖയാണ്. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്തു എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി ദേവസ്വം വിജിലൻസ് വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിച്ചാൽ അത് എപ്പോഴാണ്, അത് പക്ഷേ ഇന്ന് ഈ സമയം വരെയും അത് വിളിപ്പിച്ചിട്ടില്ല. ഇതിനുശേഷം വിളിച്ചാൽ പോവും, നാളെ വിളിപ്പിച്ചാലും പോവും, എപ്പോൾ വിളിപ്പിച്ചാൽ പോലും താൻ നിയമത്തിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. എന്തായാലും അദ്ദേഹം തന്നിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുക്കരുത്, ബാക്കിയുള്ള ഈ തനിക്ക് തന്ന രേഖകൾ പ്രകാരം ആ രേഖകൾ തന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയതാണ്. അപ്പം അങ്ങനെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെയും അതേപോലെ അംഗങ്ങളെയും ദേവസ്വം ബോർഡിനെയൊക്കെ പ്രതിക്കൂട്ടിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. അതിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തന്റെ അഭിഭാഷകനുമായിട്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ താൻ അന്വേഷണ ഉദ്യോഗസ്ഥനെയും അല്ലെങ്കിൽ ഹൈക്കോടതിയെയും ഇക്കാര്യങ്ങൾ തന്നെ അറിയിച്ചോളാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്.